അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ വിഷയം വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്, ഇത് നിങ്ങളൊന്ന് കേട്ടതിന് ശേഷം ഒരു പ്രതികരണം ഈ വിഷയത്തിൽ നടത്തണമെന്ന് പറഞ്ഞു. ഞാനത് കേട്ടു നോക്കി. ആ വീഡിയോ പ്ലേ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മുടെ നാട്ടിൽ ബോച്ചയുമായി ബന്ധപ്പെട്ട വലിയൊരു വിവാദം നടന്നല്ലോ. ഞാൻ ആ വിവാദത്തിലേക്ക് പോകുന്നില്ല. ആ വിവാദമുണ്ടായ സമയത്ത് ബോച്ചയെ അനുകൂലിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സഹോദരി ഒരു ചാനലിനോട് നടത്തുന്ന സംസാരമാണ്. ആ സഹോദരിയുടെ വേഷവിധാനം കണ്ടാൽ ഒരു മുസ്ലിം സഹോദരിയാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. പലപ്പോഴും മുസ്ലിമീങ്ങൾ പലരും അവരറിയാതെ ഇത്തരം പ്രയോഗങ്ങളും അതേപോലെ തന്നെ ഇടപെടലുകളുമൊക്കെ അവരിൽ നിന്നുണ്ടാകാറുണ്ട്. പക്ഷേ ഒരു വിശ്വാസി എന്ന നിലക്ക് അതീവ ജാഗ്രതയോടുകൂടെ കാണേണ്ട ഒരു വിഷയം എന്ന നിലക്കാണ് ഇതിൽ ഇടപെടുന്നത്. ഇത് മുസ്ലിമീങ്ങളോടാണ് പറയുന്നത്. നമുക്കാദ്യം ആ സഹോദരിയുടെ സംസാരം ഒന്ന് കേൾക്കാം. തീർച്ചയായിട്ടും അദ്ദേഹം തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ ഇന്ന് കേരളത്തിലുള്ള ഞാനടക്കമുള്ള നിരവധി മലയാളികൾ സാറ് പറഞ്ഞതുപോലെ ദൈവതുല്യമായിട്ട് കാണുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹത്തിനേക്കാൾ വലിയ കോടീശ്വരമായ കേരളത്തിലുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ ആളുകൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും അദ്ദേഹത്തിന്റെ കാശ് കണ്ടിട്ടോ ഗ്ലാമർ കണ്ടിട്ടോ അല്ല, അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള നന്മ കണ്ടിട്ടാണ്. അപ്പൊ പിന്നെ ഒരു തെറ്റ് പറ്റുക എന്നുള്ളത് മനുഷ്യനായിട്ട് ജനിച്ച ഏതൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് തെറ്റ് സംഭവിക്കാറുണ്ട്. അപ്പോൾ ചെയ്ത തെറ്റ് തിരിച്ചറിയുക, അതിന് എന്താണ് ആ തിരിച്ചറിവിൽ അദ്ദേഹം അതിന് മാപ്പ് ചോദിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയാണ്. ആ ഒരു മാപ്പിൽ ഒതുക്കാവുന്ന ഒരു പ്രശ്നം ഇത്രയും വലിയൊരു സങ്കീർണമായ വിഷയത്തിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതിന്റെ പിറകിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും ഇന്ന് അദ്ദേഹത്തിനെ കാണുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് എത്തിയിട്ടുള്ളത്. താങ്ക് യു. കേട്ടല്ലോ സഹോദരങ്ങളെ. അപ്പോൾ ബോച്ചെ ഫാൻസാണ്, അതൊക്കെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്, അതിലൊന്നും നമ്മൾ ഇടപെടുന്നില്ല. മറിച്ച് ആ സഹോദരി പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാനടക്കമുള്ള മലയാളികൾക്ക് ബോച്ചെ ദൈവതുല്യനാണ് എന്നാണ് പറഞ്ഞത്. അത് ഗൗരവമുള്ള വാക്കാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് പറയാൻ പാടില്ല. അതീവ ജാഗ്രത പുലർത്തണം. നമ്മുടെ സംസാരങ്ങളിലും നമ്മുടെ ഇടപെടലുകളിലും ഒരു മുസ്ലിമിൻ്റെ വാക്കിലും ഒക്കെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. വിശ്വാസവുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവമായൊരു പ്രശ്നം അതിൽ വരുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്നൊരു കാര്യമാണത്. ഒരുപക്ഷെ ആ സഹോദരി അതിൻ്റെ ഗൗരവം മനസ്സിലായി കാണില്ല, അതല്ലെങ്കിൽ ഭാഷാപരമായ പരിമിതികൾ ഉണ്ടായേക്കാം. എന്തു തന്നെയാണെങ്കിലും ആ പരിമിതികൾ മനസ്സിലാക്കി നമ്മുടെ സംസാരം, എന്ത് നമ്മൾ സംസാരിക്കുന്നു എന്നത് വളരെയധികം പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ബോച്ചയാകട്ടെ അതല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു ബിസിനസ്സുകാരൻ ആരുമാകട്ടെ, അയാൾ നമുക്കൊരു ജോലി തന്നു, അല്ലെങ്കിൽ അയാൾ നമ്മളെ സഹായിക്കുന്നു, അതല്ലെങ്കിൽ അയാളുടെ ബിസിനസ്സിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് വരുന്നുണ്ട്, അതല്ലെങ്കിൽ ജനങ്ങൾക്ക് ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അയാൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അങ്ങനെ ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ അയാളെ ദൈവതുല്യൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലും ഒരു മുസ്ലിമിന് പറ്റില്ല. ഇത്തരം പദപ്രയോഗങ്ങളൊക്കെ മറ്റു പലരിൽ നിന്നും നമ്മൾ എടുക്കുകയാണ്, കടമെടുക്കുകയാണ്. നമ്മളതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. ദൈവതുല്യനായ ഗുരുനാഥൻ, ദൈവതുല്യനായ ബിസിനസ്സുകാരൻ, ദൈവതുല്യനായ ഇന്ന ആൾ ഒരു മുസ്ലിം പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങളൊക്കെ ഇത്തരം പദപ്രയോഗങ്ങളുടെ ഫലമായി നിഷ്ഫലമായി നാളെ പരലോകത്തെത്തുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. വളരെ ഗൗരവമായ വിഷയമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്കങ്ങനെ ഒരു മനുഷ്യനെ ദൈവതുല്യനായി നമുക്ക് ആ രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ലല്ലോ. ഇപ്പോൾ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ജനിച്ച് ഒരു നിസ്സാരമായ വയറുവേദന ഉണ്ടായാൽ മരിച്ചു പോകുന്നവരാണ് നമ്മളെല്ലാവരും. അത് ബോച്ചയാണെങ്കിലും നമ്മളാണെങ്കിലും ഏത് ബിസിനസ്സുകാരനാണെങ്കിലും മനുഷ്യൻ എത്ര ദുർബലനാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ദൈവതുല്യനാണ് അയാൾ എന്നെങ്ങനെ നമുക്ക് പറയാൻ കഴിയും? എങ്ങനെ ദൈവത്തോട് തുല്യപ്പെടുത്താൻ കഴിയും? സ്രഷ്ടാവിനോട് തുല്യപ്പെടുത്താൻ കഴിയും? നമ്മൾ ആലോചിക്കേണ്ടേ, സ്രഷ്ടാവ് നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ എന്നെക്കൊണ്ടോ നിങ്ങളെക്കൊണ്ടോ ആ സഹോദരിയെ കൊണ്ടോ കഴിയോ? ഒരിക്കലും കഴിയൂല. നാം ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു, നാം കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, നമ്മുടെ ശരീരത്തിലും നാം ജീവിക്കുന്ന പരിസരത്തും ചുറ്റുപാടിലും നമ്മൾ ദിനേന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവികമായ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ഓർക്കാറുണ്ടോ? ആ അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു തന്ന സ്രഷ്ടാവിന് നാം എത്ര നന്ദി കാണിക്കണം? നാം എങ്ങനെ നന്ദിയുള്ളവരായി മാറണം? അങ്ങനെയുള്ള എണ്ണമറ്റ അനുഗ്രഹം ചെയ്തു തന്ന കാരുണ്യവാനായ സ്രഷ്ടാവിനോട് നിസാരനായ ദുർബലനായ ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് ദൈവതുല്യൻ എന്ന് പറഞ്ഞാൽ അത് ഗൗരവമല്ലേ? ഗൗരവമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ ഉണ്ടാകാൻ പാടില്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഖുർആനിലെ 42-ാം അധ്യായം സൂറത്തു ശൂറയിലെ 11-ാമത്തെ വചനം, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. അവനെപ്പോലെ, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല. അള്ളാഹ്ക്ക് ഒരാളെയും തുല്യപ്പെടുത്താൻ പാടില്ല. അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. ലൈസ കമിസ്ലിഹി ഷൈഉൻ. നമ്മുടെ വിശ്വാസത്തിൻ്റെ അഖീദയുടെ അടിസ്ഥാനമാണിത്. മനസ്സിലാക്കണം. നമ്മുടെ ചിലപ്പോൾ അത് അത്ര ഗൗനിക്കുന്നുണ്ടാവില്ല, പക്ഷേ അത് ഗൗരവമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നിലക്കുള്ള വാക്കുകളൊക്കെ വളരെ ഗൗരവത്തോടു കൂടെയാണ് കണ്ടത്. ഞാനൊരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരിക്കൽ പ്രവാചകൻ്റെ സദസ്സിൽ വെച്ച് ഒരാൾ നബിയോട് പറഞ്ഞു, മാഷാ അല്ലാഹു വശിഅത. നബിയെ, അള്ളാഹു ഉദ്ദേശിച്ചാൽ, നിങ്ങളും ഉദ്ദേശിച്ചാൽ, അതായത് അള്ളാഹുവും നിങ്ങളും ഉദ്ദേശിച്ചാലാണ് ഒരു കാര്യം നടക്കുക എന്ന് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ പ്രവാചകൻ്റെ മുഖത്ത് നോക്കി പറയാൻ. ഒന്നും വിചാരിച്ച് പറഞ്ഞതല്ല, ഇതിൻ്റെ ഗൗരവം ഒന്നും മനസ്സിലാക്കിയിട്ടില്ല, മറിച്ച് നബിയോടുള്ള ആദരവിൻ്റെ ഭാഗമായി പറഞ്ഞതാണ്. പക്ഷേ ആ പദപ്രയോഗം അതീവ ഗൗരവമുള്ളതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു തുടിച്ചു. അല്പം ദേഷ്യത്തോടുകൂടെ പ്രവാചകൻ അയാളോട് ചോദിച്ചു, അജഅൽതനി ലില്ലാഹി നിദ്ദ. സ്രഷ്ടാവിൽ നീ എന്നെ പങ്കുചേർക്കുകയാണോ? ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവിൽ നീ എന്നെ സമനാക്കുകയാണോ? അതുകൊണ്ട് ബൽ മാഷാ അല്ലാഹു വഹ്ദഹ്, അള്ളാഹു മാത്രം, അവനുദ്ദേശിച്ചാൽ എന്ന് പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ. അപ്പോൾ അള്ളാഹുവിനോട് ഒന്നിനെയും തുല്യപ്പെടുത്താൻ പറ്റില്ല, സ്രഷ്ടാവിനോട് ഒന്നിനെയും തുല്യപ്പെടുത്തി പറയാൻ പാടില്ല. അത്തരം പദപ്രയോഗങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ട് നമ്മുടെ വാക്കാകട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളാകട്ടെ, അതൊക്കെ ശിർക്കിലേക്ക് എത്തിക്കുന്ന ആ നിലക്കുള്ള വാക്കുകളും പ്രവൃത്തികളുമൊക്കെ നമ്മൾ ഒഴിവാക്കുകയും ജാഗ്രത പുലർത്തുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടുകൂടെ ആ സഹോദരിയോടും ഇത്തരം പദപ്രയോഗം നടത്തുന്ന ആളുകളോടുമൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വിശ്വാസത്തെ അതിൽ യാതൊരു നിലക്കുള്ള കളങ്കവും വരാതെ മരണം വരെ കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.